അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു മസ്ജിദിലാണ്. സുബൈ നമസ്കരിക്കാൻ വന്നതാണ്. ഇന്ന് 2/12/2024. എല്ലാവരും പറയും മുജീബ് ഏത് സമയത്തും മദ്യപാനിയാണെന്ന്. ഒരിക്കലല്ല കേട്ടോ, അങ്ങനെയല്ല. കഴിച്ചിട്ടില്ല എന്നല്ല, അതിലൊക്കെ കുറേ മാറ്റം മുജീബിന് വന്നിട്ടുണ്ട്. അതാരും പറയുന്നില്ല. എപ്പോഴും എല്ലാവരും ഒരുപോലെ ഒരു കണ്ണുപോലെ കാണരുത്. അതാണ് എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ്. എന്തായാലും കുറച്ച് നേരത്തെ എൻ്റെ ഗ്രൂപ്പിൽ കുറച്ചൊരു വീഡിയോ വോയിസ് ആയിട്ടിരുന്നു. അതിൻ്റെ മറുപടി ആയിട്ട് ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതാരാന്ന് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അതാരാന്നുള്ളത് എൻ്റെ ഗ്രൂപ്പിലിട്ട വോയിസ് ഞാൻ ഒരാൾക്ക് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലില്ലാത്ത ഒരാളാണ്. അപ്പം നമുക്ക് മനസ്സിലാവില്ല ആരാണെന്ന്. അതിന് ഊഹിച്ചെടുക്കാം. എന്തായാലും മനുഷ്യന്മാരെ വേഷങ്ങൾ കണ്ട് വിലയിരുത്തരുത്. അതാണ് പ്രത്യേകം അഭിപ്രായം പറയാനുള്ളത്. അതേമാതിരി കുട്ടികളോട് റിക്വസ്റ്റ് ഉണ്ട്. അച്ഛനെയും അമ്മയെയും ഒരുപോലെ കാണാൻ പഠിക്കുക. അത് നമ്മൾ മുസ്ലിംസ് പറയുകയാണെങ്കിൽ ഉപ്പയും ഉമ്മയും ഒരുപോലെ കാണാൻ പഠിക്കും മക്കളെ. നിങ്ങളെന്താ ചെയ്യുന്നത്? ഉമ്മയെ അല്ലെ അമ്മയെ മാത്രം സ്നേഹിക്കുന്നു. അവർ നിങ്ങളെ പോറ്റുന്നു, വളർത്തുന്നു. അവർ നിങ്ങൾക്ക് ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നു. അവർക്ക് ആരാ കാശ് കൊടുക്കുന്നത്? അവരുടെ ഭർത്താവ്, അതായത് നിങ്ങളെ അച്ഛൻ ഉപ്പയാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എൻ്റെ അനുഭവകഥ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതുപോലെ എത്ര അച്ഛന്മാർ ഞാൻ റോട്ടിൽ നിന്ന് പരിചയപ്പെട്ടെന്നറിയും. ഇങ്ങനെയാണ് ഓരോ അച്ഛന്മാരും ഇങ്ങനെ ഗതികേടാകുന്നത്. അപ്പോൾ സ്ത്രീകളെ, നിങ്ങളോടൊരു പ്രത്യേക വാക്ക്, നിങ്ങളിലും നല്ല സ്ത്രീകളുണ്ട്. എത്രയോ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാരെ പറ്റി പറയുന്ന നല്ല വീഡിയോസ് ധാരാളം എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരും ഒരുപോലെ ഞാൻ ഒരു കണ്ണുകൊണ്ട് കാണുന്നറിയില്ല. ഓക്കെ.